ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഗ്നോ പോയിൻറ്റേഴ്സ്. ഇന്നത്തെ ഇഗ്നോ പോയിൻറ്റേഴ്സ് പ്രോഗ്രാം ഡീകോഡ് സെഷനിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ കോഴ്സിനേക്കാൾ എന്നതിലുപരി ഇഗ്നോയുടെ കീഴിലുള്ള 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, എന്താണ് ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അഥവാ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് പക്ഷേ കോഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരുപാട് ക്ലാരിറ്റി നിങ്ങൾക്ക് വരാൻ സഹായകമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. So let's start. So if you are new to this channel, kindly subscribe to the channel. ഇഗ്നോയുടെ പ്രൊസീജിയേഴ്സ്, അതേപോലെ തന്നെ ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, ഡെഡ് ലൈൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുകയും നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നതാണ്. So for more ഇഗ്നോ റിലേറ്റഡ് അപ്ഡേറ്റ്സ്, kindly subscribe to the channel. So let's move to the video. സോ ഇഗ്നോയിലെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഏതൊക്കെയാണ് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ലിസ്റ്റാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഏതാണ്ട് 25 ബാച്ചിലർ ഓഫ് ആർട്സ് ആൻഡ് ബാച്ചിലർ ഓഫ് സയൻസ് കോഴ്സസ് ആണ് നമുക്ക് ഇഗ്നോയിൽ ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ കീഴിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം? നോർമലി നമ്മുടെ ഡിഗ്രിയൊക്കെ 3 വർഷമായിരുന്നു, പക്ഷേ റീസെൻ്റ് ആയിട്ട് നമുക്കറിയാം ഗവൺമെൻറ് തലത്തിൽ ഒരുപാട് ചേഞ്ചസ് വരികയും 4 ഇയർ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഗ്നോയിൽ ഈ സ്ക്രീനിൽ കാണുന്ന 25 കോഴ്സസ് അത് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം മോഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ കോഴ്സസ് അഥവാ സബ്ജക്ട്സ് ഏതൊക്കെ സബ്ജക്ട്സാണ് നമ്മൾ ഓരോ പ്രോഗ്രാമിൻ്റെ കീഴിലും പഠിക്കേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. ഓക്കെ, മാത്രമല്ല ഈ വരുന്ന 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിലെ ഓരോ കോഴ്സസിനെ കുറിച്ചും, എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ലേണേഴ്സ് ആവശ്യപ്പെടുന്ന BA ഇംഗ്ലീഷ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ജേർണലിസം, അതേപോലെ തന്നെ BBA, BCom തുടങ്ങിയ കോഴ്സുകളുടെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ഡീകോഡ് നമ്മൾ അധികം വൈകാതെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോഴ്സ്, എസ്പെഷ്യലി ഈ ലിസ്റ്റ് ഓഫ് കോഴ്സസിൽ ഏതെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൃത്യമായിട്ട് കമൻസ് വഴി അറിയിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീകോഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു ഡിഗ്രിക്ക് ഒരു നോർമലി ഒരു കോളേജിൽ ചേരുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ സിബ്ലിങ്സോ ആരെങ്കിലും ഒക്കെ ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അവർ ചേർന്നത് ഹിസ്റ്ററിക്കായിരിക്കും. അപ്പോൾ അവർ ഹിസ്റ്ററിയുടെ പേപ്പേഴ്സ് മാത്രമല്ല പഠിക്കുക, അവരുടെ കോർ സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. പക്ഷേ അതിന് പുറമെ നമ്മൾ മറ്റ് പല ഡിസിപ്ലിനും അല്ലെങ്കിൽ മറ്റ് പല സബ്ജക്ട്സും പഠിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അത് അവരുടെ സബ്സിഡറി സബ്ജക്ട്സ് എന്ന് നമുക്കതിനെ പറയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി പഠിക്കുന്ന ഒരാളും ഒരുപക്ഷെ പൊളിറ്റിക്കൽ സയൻസ് അവിടെ സബ്സിഡറി ആയിട്ട് പഠിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ലാംഗ്വേജ് പേപ്പേഴ്സ് പഠിക്കും. എല്ലാവരും ഡിഗ്രിക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പോലത്തെയുള്ള പേപ്പർ പഠിക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ലാംഗ്വേജും കൂടി പഠിക്കാം. പലരും ഹിന്ദി പഠിക്കും, ചിലർ സാൻസ്ക്രിറ്റോ ഫ്രഞ്ചോ ഇറ്റാലിയനോ ഒക്കെ അവരുടെ കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെയും ഒരു പേപ്പർ പഠിക്കുന്നുണ്ടാവും. അതുകൂടാതെ തന്നെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ മറ്റെന്തെങ്കിലും ഒരു പേപ്പർ പഠിക്കും. അതുപോലെ തന്നെ അവയർനെസ് ജനറേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ മിക്ക യൂണിവേഴ്സിറ്റീസിലും നമുക്കറിയാം എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് പോലത്തെ പേപ്പേഴ്സ് ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെയും പഠിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ഒരു സബ്ജക്റ്റ് എടുത്തു, ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി എടുത്തു എന്ന് വിചാരിച്ച് നമ്മൾ ഹിസ്റ്ററിയുടെ പേപ്പേഴ്സ് മാത്രമായിരിക്കില്ല എസ്പെഷ്യലി നമ്മുടെ ഒരു UG അഥവാ ഡിഗ്രി കാലഘട്ടത്തിൽ പഠിക്കുന്നത്. PG ഒക്കെ വരുമ്പോൾ ശരിയാണ്, കുറേയും കൂടി നമ്മൾ കോർ പേപ്പേഴ്സാണ് പഠിക്കുക. പക്ഷേ ഒരു ഡിഗ്രി ആദ്യമായിട്ട് കോളേജിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ കോർ പേപ്പേഴ്സിലുപരി മറ്റു പല പേപ്പേഴ്സും പഠിക്കും. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലൊക്കെ കൂടുതലായിട്ട് ആൾക്കാരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിനും അഥവാ വൊക്കേഷണൽ ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ ഒരുപാട് കോഴ്സസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ ഉള്ള കോഴ്സ് സ്ട്രക്ചർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഇവിടെ ഒരു ടേബിളിൽ കൃത്യമായിട്ട് ഈ പ്രോഗ്രാം സ്ട്രക്ചറിൻ്റെ ടെംപ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ഇതിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഫസ്റ്റ് സെമ്മിൽ തന്നെ DSC, മൈനർ, IDC, AEC എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അബ്രിവേഷൻസ് അഥവാ ടേംസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ടേംസ് എന്താണെന്നുള്ളത് ഇഗ്നോയുടെ തന്നെ പ്രോസ്പെക്ടസിൽ കുറച്ചും കൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു കം down you will see, okay,
ഈ DSC എന്ന് പറയുന്ന ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് ആണ്. അതേപോലെ തന്നെ മൈനർ കോഴ്സസ്, എലക്റ്റീവ് കോഴ്സസ്, വൊക്കേഷണൽ കോഴ്സസ്, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സസ്, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ്, ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സസ്, വാല്യൂ ആഡഡ് കോഴ്സസ് തുടങ്ങി അതിൻ്റെ കൃത്യമായിട്ട് എന്താണ് ഈ ഓരോ കോഴ്സ് കൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് ഈ ടേംസിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായതിന് ശേഷം ഈ പ്രോഗ്രാം ടെംപ്ലേറ്റിലേക്ക് വരുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഡീകോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 2 സെമിസ്റ്റർ ആയിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും നമ്മൾ എന്തൊക്കെ പഠിക്കണം? അപ്പോൾ നമ്മൾ ഡിസിപ്ലിൻ സ്പെസിഫിക്, ഇപ്പോൾ ഫസ്റ്റ് സെമ്മ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കണം. അത് 6 ക്രെഡിറ്റിൻ്റെ കോഴ്സായിരിക്കും. അതുപോലെ തന്നെ മൈനർ വൊക്കേഷണൽ കോഴ്സ്, അത് നമ്മൾ മൈനർ 1 VOC 4 ക്രെഡിറ്റിന് പഠിക്കണം. അങ്ങനെ ഓരോ കോഴ്സസും ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെയാണ് എത്ര ക്രെഡിറ്റിൻ്റെയാണ് പഠിക്കേണ്ടത് എന്നാണ് ഈ ഒരു ടേബിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രി അഥവാ ഒരു 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് എൻറോൾ ചെയ്യുമ്പോൾ നമ്മുടെ കോർ സബ്ജക്റ്റ്, അതായത് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിനെയാണ് കോർ എന്ന് പറയുന്നത്. അതിന് പുറമെ മൈനർ അഥവാ വൊക്കേഷണൽ കോഴ്സസ്, പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ്, പിന്നെ ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സസ്, കോമൺ വാല്യൂ ആഡഡ് കോഴ്സസ് തുടങ്ങി കോഴ്സസ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. ഇനി ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയിൽ ഇടയ്ക്ക് നമുക്ക് എക്സിറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിലെ എല്ലാ പേപ്പേഴ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അപ്പോൾ ആ ഫസ്റ്റ് ഇയറിന് ശേഷം 2 സെമ്മിന് ശേഷം എക്സിറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് അവാർഡ് ചെയ്യപ്പെടുന്നത് ഒരു UG സർട്ടിഫിക്കറ്റ് ആയിരിക്കും. കാരണം ആ സമയം കൊണ്ട് 40 ക്രെഡിറ്റിൻ്റെ പ്രോഗ്രാംസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ 40 ക്രെഡിറ്റ് പ്ലസ് 4 ക്രെഡിറ്റ്സ് എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3rd സെമ്മും 4th സെമ്മും, അതായത് 2ാമത്തെ വർഷത്തിന് ശേഷം എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് UG ഡിപ്ലോമ കോഴ്സസ് അവാർഡ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ 5th സെമ്മും 6th സെമ്മും, അതായത് 3ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന അവസരത്തിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് UG ഡിഗ്രി വിത്ത് മേജർ എന്ന് പറയുന്ന രീതിയിലായിരിക്കും സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യപ്പെടുക. അതേപോലെ തന്നെ നമ്മൾ 4th ഇയർ കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് നമ്മൾ പൂർത്തീകരിച്ച് 8 സെമ്മും പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ UG ഡിഗ്രി വിത്ത് ഓണേഴ്സ്, ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന രീതിയിലും നമുക്ക് കൃത്യമായിട്ട് ഡിഗ്രി അവാർഡ് ചെയ്യപ്പെടും. സോ ഇതാണ് ഈ ഒരു 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ആയിട്ട് ബന്ധപ്പെട്ട് മെൻഷൻ ചെയ്യാനുള്ളത്. സോ ഇത് മനസ്സിലാക്കി വേണം നിങ്ങൾ നിങ്ങളുടെ കോഴ്സസ് തിരഞ്ഞെടുക്കാനും നിങ്ങൾ ഏതൊക്കെ സെമ്മിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനും. ഇനി ഈ ഫസ്റ്റ് സെമിസ്റ്റർ തൊട്ട് 6th സെമിസ്റ്റർ വരെ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് എന്താ പറയുക, കോർ കോഴ്സസിലുപരി ഒരുപാട് കോഴ്സസ് നമുക്ക് പഠിക്കാനുണ്ട്. മൈനർ കോഴ്സസ് ഉണ്ട്, ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഉണ്ട്. അപ്പോൾ ആ ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഏതൊക്കെയാണ്, അതിൻ്റെയൊക്കെ ഓപ്ഷൻസാണ് ഈ പറയുന്ന ഞാനിപ്പോൾ ഈ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിൻഡോയിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് വളരെ വലിയൊരു ലിസ്റ്റാണ്, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പ്രോസ്പെക്ടസിൽ നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് വളരെ ബേസിക് ആയിട്ട് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് മെൻഷൻ ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇനി ഓരോ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പെസിഫിക് ഡീകോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഏതൊക്കെ കോഴ്സിനാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ ഏത് കോഴ്സിനെ കുറിച്ചാണ് അറിയാൻ താല്പര്യം എന്നെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് പ്രോഗ്രാം ഡീകോഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ നമ്മളെ അറിയിക്കുക. ഒരു 24 hours തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡൗട്ട്സ് സോൾവ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. So please stay tuned and please subscribe to the channel. Please like, share and subscribe, and please make sure that we will be able to reach maximum number of learners by sharing this channel with your IGNOU friends. So thank you for watching this video.